ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് ആള് മരണപ്പെട്ട ഒരു കേസുമായിട്ട് കോടതിയിൽ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കേസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഫേസ് ചെയ്ത ആദ്യത്തെ ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യണം. വാഹനം യൂസ് ചെയ്യുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കേസാണിത്. നമ്മളൊക്കെ യൂസ്ഡ് വണ്ടികൾ വാങ്ങും, വിൽക്കും, അന്നക്കന്ന് ചെലാൻ കെട്ടി പേര് മാറ്റി നമ്മൾ തടി ഫ്രീ ആക്കും, ഇല്ലേ? റിസ്ക് കഴിഞ്ഞു എന്ന് കരുതുന്ന ആളുകളാണ് 99%. എന്നാൽ 1% ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ പറയാൻ പോകുന്നത്. നമ്മൾ വിറ്റ വാഹനം ഇയാൾ കൊണ്ടുപോയിട്ട് ആക്സിഡന്റ് ആയി, ഓടിച്ചാക്ക് ലൈസൻസ് അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള വീട്ടിലെ മോനാണ് വണ്ടി എടുത്ത് ഓടിച്ചതെങ്കിൽ ഇത് ഇൻഷുറൻസ് കേസ് കോടതിയിലെത്താണ്. പ്രതിഭാഗത്തുള്ള ആൾ മരണപ്പെട്ടിട്ടുണ്ട്, വലിയൊരു എമൗണ്ട് 25 ലക്ഷം 30 ലക്ഷത്തിന് കേസ് നടക്കായിരിക്കും. അങ്ങനെ മൈനർ ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ആളാകുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി ഒരിക്കലും നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാവില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുന്ന സമയത്ത് അയാളെ പ്രോപ്പർട്ടിയിലേക്കാണ് പിന്നെ കോടതി നോക്കുക. എന്തെങ്കിലും പ്രോപ്പർട്ടി ജപ്തി, വീടൊക്കെ വിറ്റിട്ട് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടോ? അതും ഇല്ല എങ്കിൽ മൂന്നാമതൊരു കക്ഷിയുണ്ട്. ആരാരോ ഈ ഇൻഷുറൻസ് ആദ്യം ആരെ പേരിലായിരുന്നോ? കാരണം ഇൻഷുറൻസ് പേര് മാറ്റിയിട്ടില്ല, മനസ്സിലാക്കണം. RCയെ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. ഇൻഷുറൻസ് നമ്മൾ എന്താ ചെയ്യുക? ആ വണ്ടിക്ക് പുതിയൊരു ഇൻഷുറൻസ് അടക്കുന്ന സമയത്ത് നിങ്ങൾ മാറ്റിക്കോളി കാര്യം. ഫുൾ കവർ ഇൻഷുറൻസും ബമ്പർ ടമ്പർ ഉള്ള ആളാണെങ്കിൽ ഒട്ടുമിക്ക ആളുകളും മാറ്റും. കാരണം വണ്ടിക്ക് ഡാമേജ് സംഭവിച്ചാൽ കിട്ടണം എന്ന് കരുതിയിട്ട്. തേർഡ് പാർട്ടി ആണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾ അത് മാറ്റാറില്ല. നമ്മളൊക്കെ കൃത്യമായിട്ട് RC പേര് മാറുന്ന സമയത്ത്, ഇൻഷുറൻസ് അടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മളെ വിളിച്ച് പേര് മാറ്റിപ്പിക്കണം. ഇങ്ങനെ മാറ്റാതിരുന്നാളെ ബുദ്ധിമുട്ടാണ് ഇത്. മൂന്നാമതായിട്ട് കോടതി നോക്കുന്നത് നിലവിൽ ഇൻഷുറൻസ് ഉള്ള ഓണർ ആരാണ്. ഇൻഷുറൻസ് ഏതാ? പ്രൊപ്പോസർ. ഇൻഷുറൻസിൽ നമ്മൾ പ്രൊപ്പോസർ എന്ന് പറയും. അതേപോലെ ഇൻഷൂർഡ്. ഇത് വളരെ വാല്യൂ ആണ് ഇൻഷുറൻസ് കമ്പനിക്ക്. കാരണം നമ്മൾ എഗ്രിമെന്റ് വെച്ചതും ഈ ഇൻഷുറൻസ് പ്രീമിയം അടച്ചതൊക്കെ ഈ പ്രൊപ്പോസർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അയാളുടെ പ്രോപ്പർട്ടിയിലേക്കാണ് നോക്കുക. അയാളെ പ്രോപ്പർട്ടി ജപ്തി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു 30 ലക്ഷോ 40 ലക്ഷോ അയാളെ കൊണ്ട് അടുപ്പിക്കാനാണ് നോക്കുന്നത്. ഇങ്ങനത്തെ ഒരു കേസ് വന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ അർജന്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ RC മാറുന്നതോടുകൂടി തന്നെ ഇൻഷുറൻസ് മാറ്റാൻ നിങ്ങൾ നിർബന്ധമായിട്ട് പറയാം. വണ്ടി എടുക്കുന്ന ആളെ കൊണ്ട് അത് മാറ്റിപ്പിക്കുക. പല ആളുകളും ചിലപ്പോൾ അനാസ്ഥ കാണിക്കും. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് നിയമങ്ങളിലൊക്കെ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുക. കാരണം കോടതി എന്തെങ്കിലും കാട്ടി കൊടുക്കാനേ നോക്കുള്ളൂ, കൊടുപ്പിക്കാനേ നോക്കുള്ളൂ. എവിടുന്നാണോ കിട്ടുന്നത് അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും RC മാറുന്നതോടുകൂടി തന്നെ 10 ദിവസം കൊണ്ട് 14 ദിവസം കൊണ്ട് ഇൻഷുറൻസ് പേര് മാറ്റാൻ വേണ്ടി നോക്കുക. 14 ദിവസം എന്നുള്ള ഡേറ്റ് ഒന്നും ഇപ്പൊ അല്ല. കാരണം RC മാറുന്നതിലൂടെ RCയിൽ എവിടെയും വിത്ത് എഫക്റ്റീവ് ഫ്രോം എന്ന ഡേറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ RC മാറുക, ഇൻഷുറൻസ് പേര് മാറ്റുക. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇൻഷുറൻസ് വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, വിൽക്കുന്ന ആളുകൾക്ക്, ഡീലർമാർക്കൊക്കെ അയച്ചു കൊടുക്കുക. RC മാറുന്നതോടെ ഇൻഷുറൻസ് മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെ കയ്യിൽ പ്രോപ്പർട്ടിയും കാര്യങ്ങളുണ്ട്, വണ്ടി ഓടിച്ച ആൾക്കും RC ഓണർക്കും പ്രോപ്പർട്ടി ഒന്നും ഇല്ല എങ്കിൽ 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതേപോലെ അപ് ടു ഡേറ്റ് അപ്ഡേഷൻ കിട്ടാൻ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാം, കൂടെ കൂടാം. ഇത് ഇത്രയും പെട്ടെന്ന് മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.